ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ എങ്ങനെയാണ് സ്ലൈഡുകളും കണ്ടന്റുകളും ഷെയർ ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ ഗൂഗിൾ മീറ്റിലൂടെയാണ് മിക്കവാറും ടീച്ചേഴ്സ് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടന്റുകൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഷെയർ ചെയ്യുവാൻ സാധിക്കും? പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ കണ്ടന്റുകൾ ഷെയർ ചെയ്യുക എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് എടുക്കുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പ്രവേശിച്ചതിന് ശേഷം ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഗൂഗിൾ മീറ്റ് എന്ന് കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വരുന്ന ആ ഒരു ഐക്കണിൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ആ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി. നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ആ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കും അലോ മീറ്റ് ടു റെക്കോർഡ് ഓഡിയോ. അതിന് അലോ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് അലോ മീറ്റ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ. അതിനെയും അലോ എന്ന് കൊടുക്കുന്നു. അങ്ങനെ അലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു ഇന്റർഫേസിൽ വരും. ഇനി കുട്ടികളുമായിട്ട് നമുക്ക് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളെയും നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ന്യൂ മീറ്റിംഗ് എന്നുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം ഒരു ഷെയർ ദിസ് ടു ഇൻവൈറ്റ് അതേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു വിൻഡോ കാണാം. ഒരു അഡ്രസ്സ് കാണാം, URL അഡ്രസ്സ്. അതിനെ ഷെയർ എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്നത് വാട്സപ്പിൻ്റെയും അതേപോലെ ഇമെയിലിൻ്റെയും മെസ്സേജ്, അങ്ങനെ ഏത് രൂപത്തിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അങ്ങനെ വരുന്നതിൽ നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു നമ്പറിലേക്ക് ഈ ഒരു ലിങ്ക് സെൻഡ് ചെയ്യുന്നു. അവർ അതിലേക്ക് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ എന്ന് കൊടുക്കും. അങ്ങനെ ജോയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വിൻഡോയിലേക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ചോദിക്കും. അതിന് അഡ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി എന്ത് ചെയ്തു, നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു 60 കുട്ടികളൊക്കെയുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ അത്തരം കേസിൽ ഈ ഒരു 60 കുട്ടികളും ഈ ഒരു ഗൂഗിൾ മീറ്റിൽ വരുന്ന സമയത്ത് വലിയൊരു നോയിസ് ഉണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളുടെയും സൗണ്ട് ഓഫ് ചെയ്ത് വെക്കുവാൻ പറയുക. അതിനായിട്ട് ഈ ഒരു വിൻഡോയിൽ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈക്രോഫോൺ ഓഫ് എന്ന് വരും. അപ്പോൾ കുട്ടികൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ സാധിക്കും. ഇനി വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ഒരു വീഡിയോ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും ഓഫ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് മറ്റൊന്ന് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇപ്പോൾ കുട്ടികൾ മൈക്രോഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് റെസ്പോൺസ് ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ റെസ്പോൺസ് ജസ്റ്റ് ചാറ്റിൽ അറിയിക്കുവാൻ പറയുക. ചാറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടന്റുകൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു PPTയോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു നോട്ടോ എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ആ ഗൂഗിൾ മീറ്റിന്റെ വിൻഡോയിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് വലത്ത് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാം. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതേപോലെ ഒരു വിൻഡോ വരും. ഓക്കെ, ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം സ്വിച്ച് ക്യാമറ, ടേൺ ഓൺ ക്യാപ്ഷൻസ്, പ്രസന്റ് സ്ക്രീന്, റിപ്പോർട്ട് എ പ്രോബ്ലം, റിപ്പോർട്ട് അബ്യൂസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ പ്രസന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രസന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് പ്രസന്റിങ് എന്ന് കാണാം. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് പ്രസന്റിങ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് വീണ്ടും ഒരു വിൻഡോ വരും. മീറ്റ് വിൽ സ്റ്റാർട്ട് ക്യാപ്ചറിങ് എവറിത്തിങ് ദാറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ യുവർ സ്ക്രീൻ. നമ്മുടെ സ്ക്രീനിലെ എല്ലാം കുട്ടികൾക്ക് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് നൗ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആ സ്റ്റാർട്ട് നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു മീഡിയ കുട്ടികൾക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്യണം. ജസ്റ്റ് ഈ ഒരു വിൻഡോ നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കുന്നു.
അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഭാഗത്തു നിന്നാണോ ഷെയർ ചെയ്യേണ്ടത്, ഇപ്പോൾ പവർ പോയിന്റ് ആണെങ്കിൽ ആ പവർ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. ആ പവർ പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കാണിക്കേണ്ട ആ ഒരു വിൻഡോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈഡ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും. ഇതേ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾക്ക് നമ്മുടെ ഫോണിലുള്ള ഒരു കണ്ടന്റിനെ ഷെയർ ചെയ്യുവാൻ ഗൂഗിൾ മീറ്റിലൂടെ സാധിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ പ്രസൻറ്റർ ഓഫ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് വരുന്നു. അങ്ങനെ ഗൂഗിൾ മീറ്റിലേക്ക് വന്നതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കാണാം എന്ത്, സ്റ്റോപ്പ് പ്രസൻറ്റിംഗ് എന്ന് കാണാം. ആ സ്റ്റോപ്പ് പ്രസൻറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രസൻറ്റേഷൻ ഓഫ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് ഗൂഗിൾ മീറ്റിലൂടെ കണ്ടന്റുകൾ ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. നേരത്തെ നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൺലൈനിലൂടെ ഒരു എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്